ഇന്നത്തെ വീഡിയോയില് എങ്ങനെയാണ് ഒരു വോള് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഓൾറെഡി റിവിറ്റ് ആർക്കിടെക്ചറിൽ ആർക്കിടെക്ചറൽ വോള് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി പാലറ്റിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വോള് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള വോൾസ് ഇതിലുണ്ടായിരിക്കും. അതല്ലാതെ പുതിയതായിട്ടൊരു വോള് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഒരു ജനറിക് 200 എന്നുള്ളൊരു വോള് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ തന്നെ നമ്മുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. സോ ഇവിടെ ഒരു 200 ജനറിക് വോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് വോൾസ് ഇതിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ജനറിക് 200 300 ഏതെങ്കിലും ഒരു ടൈപ്പ് വോൾ സെലക്ട് ചെയ്ത് എഡിറ്റ് ടൈപ്പ് ക്ലിക്ക് ചെയ്ത് ഇതിൽ ഡ്യൂപ്ലിക്കേറ്റിൽ ക്ലിക്ക് ചെയ്യാം. സോ ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തിട്ട് നമുക്ക് ആ ഒരു വോള് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ വോളിന്റെ നെയിം കൊടുത്ത് സ്ട്രക്ചറിൽ എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് വോളിന്റെ ലെയേഴ്സ് വരുന്നത് എന്നുള്ളത്. ഈ ഒരു സൈഡ് എക്സ്റ്റീരിയർ സൈഡും ഈ ഒരു സൈഡ് ഇന്റീരിയർ സൈഡുമായിട്ടാണ് ഈ ഒരു വോള് വരുന്നത്. വോള് ഒരു ബ്രിക്കിന്റെ വോളാണ്. ആ ബ്രിക്കിന്റെ വോളിൽ പ്ലാസ്റ്ററും പെയിന്റും കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലെയേഴ്സ് കൊടുത്തിട്ടുള്ള വോളായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ എപ്പോഴും രണ്ട് കോർ ബൗണ്ടറിയുടെ ഉള്ളിലായിട്ടായിരിക്കും വരുന്നത്. മെയിൻ സ്ട്രക്ചർ ബ്രിക്ക് ആണെന്നുണ്ടെങ്കിൽ ബ്രിക്കിനെ കവർ ചെയ്ത് രണ്ട് സൈഡിൽ പ്ലാസ്റ്ററും രണ്ട് സൈഡിലും പെയിന്റും വരുന്നുണ്ടായിരിക്കും. സോ ഇവിടുത്തെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു മെയിൻ സ്ട്രക്ചർ ബ്രിക്ക് ആയിരിക്കും. അത് എപ്പോഴും രണ്ട് കോർ ബൗണ്ടറിയുടെ ഉള്ളിലായിരിക്കും. ഇനി ഇതിനെ കവർ ചെയ്ത് പ്ലാസ്റ്റർ വരുന്നുണ്ട്. സോ ആ പ്ലാസ്റ്റർ രണ്ട് സൈഡിലും വരുമ്പോൾ രണ്ട് ലെയേഴ്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് ലെയറിനെ ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ഈസ് യൂസ് ചെയ്ത് ഈ ഒരു കോർ ബൗണ്ടറിയുടെ ഔട്ട് സൈഡിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ ഇപ്പോൾ കോർ ബൗണ്ടറിയുടെ ഉള്ളിലെ മെയിൻ സ്ട്രക്ചർ അതിന്റെ പുറത്തായിട്ട് രണ്ട് പ്ലാസ്റ്റർ. സോ അതിന്റെ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്തിട്ട് സബ്സ്ട്രേറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് ഈ ഒരു ടോപ്പ് സൈഡ് എക്സ്റ്റീരിയർ സൈഡിലും ഇന്റീരിയർ സൈഡിലും കാണുന്ന ഫിനിഷ് പെയിന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പെയിന്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലെയറും കൂടി ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും രണ്ട് ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇനി ഇവിടെ നമുക്ക് ഇതിന് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ആരോ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് ഫിനിഷ് 1ഉം ഫിനിഷ് 2 രണ്ട് ഫിനിഷുകൾ ഇവിടെ ഈ ഫംഗ്ഷനിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് മെറ്റീരിയൽ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു മെറ്റീരിയൽ ബൈ കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ മെറ്റീരിയൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഏതാണോ മെറ്റീരിയൽ ബ്രിക്ക് ആണെന്നുണ്ടെങ്കിൽ ബ്രിക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ബ്രിക്ക് ആ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് വേണം സബ്സ്ട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ട്രേറ്റ് കോൺക്രീറ്റ് ആണ്. സോ കോൺക്രീറ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അവിടെ ഒരു സ്ക്രീഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തു ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ C സെലക്ട് ചെയ്തതിനു ശേഷം പേസ്റ്റ് ചെയ്യാനായി കൺട്രോൾ V. ഇനി നെക്സ്റ്റ് ഇവിടെ കൊടുക്കാനുള്ളത് പെയിന്റ് ആണ്. സോ പെയിന്റ് എടുക്കുന്ന ടൈമിൽ ഈ മെറ്റീരിയൽ ബ്രൗസറിൽ തന്നെ പുതിയൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു പ്ലസ് ഐക്കൺ ക്രിയേറ്റ്സ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ്സ് മെറ്റീരിയൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് പുതിയൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു മെറ്റീരിയൽ ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അതിനെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നെയിം ചെയ്ത് കൊടുക്കാം. വോളിന് നെയിം കൊടുത്തു. വോൾ പെയിന്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. സോ വോൾ പെയിന്റ് നെയിം കൊടുത്തു. അപ്പിയറൻസ് ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പിയറൻസ് ടാബിൽ തന്നെ റീപ്ലേസസ് അസറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റ് ബ്രൗസർ കിട്ടും. ഇതിൽ നിന്നും ലൈബ്രറി ഇവിടെ അപ്പിയറൻസ് ലൈബ്രറി വരുന്നുണ്ട്. ഈ ഒരു അപ്പിയറൻസ് ലൈബ്രറിയിൽ നിന്നും വോളിന്റെ പെയിന്റ് ആണെങ്കിൽ വോൾ പെയിന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. ഇതിൽ തന്നെ രണ്ട് ടൈപ്പ് ഫിനിഷ് വരുന്നുണ്ട്. ഗ്ലോസി ഫിനിഷും മാറ്റ് ഫിനിഷും പിന്നെ വുഡിനുള്ള പെയിന്റും. സോ ഇവിടെ ഇപ്പോൾ ഒരു ഗ്ലോസി ഫിനിഷ് സെലക്ട് ചെയ്തു. ഏതാണോ പെയിന്റ് വേണ്ടത് പെയിന്റിന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പെയിന്റ് ഇതിലേക്ക് ആഡ് ആയി വരും. ഇതാണ് ആ ഒരു പെയിന്റ് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് ഫിനിഷ് ആണ് എന്ത് അപ്ലിക്കേഷൻ വേണം എന്നെല്ലാം നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ ഇവിടേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇത് എക്സ്റ്റീരിയർ സൈഡ് ആണ്. ഇനി ഇന്റീരിയർ സൈഡിലേക്ക് ഒരു മെറ്റീരിയൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെയിം സ്റ്റെപ്പിൽ പുതിയൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തു റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം ചെയ്യാം. ഇന്റീരിയർ വോൾ പെയിന്റ് എന്ന് നെയിം കൊടുത്തു. നെയിം കൊടുത്തതിന് ശേഷം അപ്പിയറൻസ് ടാബിൽ തന്നെ റീപ്ലേസസ് അസറ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പിയറൻസ് ലൈബ്രറിയിൽ ഇവിടെ മെറ്റീരിയലിനെ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. മെറ്റീരിയലിനെ അസൈൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ വോൾ പെയിന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഗ്ലോസി ഫിനിഷ് സെലക്ട് ചെയ്തു. ഇന്റീരിയറിലേക്കുള്ള കളർ സെലക്ട് ചെയ്തു. ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്കുള്ള പെയിന്റും കൂടി ആഡ് ആയി. ഇനി ഇവിടെ
പെയിന്റിന്റെ തിക്നെസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ പെയിന്റിന് ഒരു 1 mm തിക്നെസ്സും ഗ്രീഡിന് ഒരു 20 mm തിക്നെസ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫങ്ഷനും മെറ്റീരിയലും തിക്നെസ്സും വരെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓക്കെ ക്ലിക്ക് ചെയ്ത് ഒരു വോള് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു വോള് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അപ്പിയറൻസ്, ഇവിടെ വിഷ്വൽ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. റിയലിസ്റ്റിക് ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ റിയലിസ്റ്റിക് വ്യൂ കിട്ടും. എക്സ്റ്റീരിയർ സൈഡിൽ ഈ ഒരു പെയിന്റും അതുപോലെ ഇന്റീരിയർ സൈഡിൽ നമ്മൾ കൊടുത്ത് എക്സ്റ്റീരിയർ സൈഡ് ഇതായിരുന്നു എക്സ്റ്റീരിയർ സൈഡും ഇന്റീരിയർ സൈഡും രണ്ട് ഫിനിഷുമായിട്ട് ഈ ഒരു വോള് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇങ്ങനെയാണ് വോളിലേക്ക് ലെയേഴ്സ് അസൈൻ ചെയ്യുന്നതും മെറ്റീരിയൽ ചേഞ്ച് ചെയ്യുമ്പോൾ പുതിയ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്നതും.